SIR പേരിൽ പാർലമെൻറ്റിൽ വലിയ പ്രതിപക്ഷ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാടകം കളിക്കരുത് അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് ആമുഖമായൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം നമ്മുടെ മാധ്യമങ്ങൾ തമസ്കരിച്ച ചില വിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് അറിയേണ്ടതാണ്. കാരണം രാഷ്ട്രീയ ബോധമുള്ള പ്രേക്ഷകരാണ് നമ്മുടെ പ്രേക്ഷകർ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ശരിയായ വാർത്തകൾ എന്താണ് എന്ന് നമ്മൾ ആദ്യമായി അറിയണം. കാരണം സുപ്രീം കോടതിയിൽ SIRമായി സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന പേരിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ജസ്റ്റിസുമാരായ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അവർ കേട്ടുകൊണ്ട് അവർ വളരെ നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയണം, കേരളത്തിലെ യഥാർത്ഥ വാർത്ത ആഗ്രഹിക്കുന്ന പത്രവായനക്കാരുടെയും ടെലിവിഷൻ പ്രേക്ഷകരുടെയും നിർഭാഗ്യം കൊണ്ട് മനഃപൂർവ്വം നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ ബീഹാറിൽ കഴിഞ്ഞു. ഇപ്പോഴാണ് ബംഗാളിലാണ് വോട്ടർ പട്ടികയുടെ പുതുക്കൽ വലിയ വാർത്തയാവുന്നത്. കാരണം അവിടെ ബീഹാർ പോലെ തന്നെ വളരെ ക്രൂഷ്യലാണ്. ബീഹാറിൽ 46 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായിപ്പോയത്. അവർ മരിച്ചവരുണ്ട്, ഇന്ത്യക്കാരല്ലാത്തവരുണ്ട്, വോട്ട് വേറെ സ്ഥലത്തേക്ക് ആയവർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒഴിവായിപ്പോയി. 46 ലക്ഷം പേര് ഒഴിവാക്കി പോയിട്ട് ഒരൊറ്റയാൾ പോലും അതിനെ ചോദ്യം ചെയ്ത് കോടതി പോയില്ല. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ 46 ലക്ഷം പേരും വോട്ടർമാരല്ലായിരുന്നു. അങ്ങനെ ബീഹാറിൽ അത്രയുണ്ടെങ്കിൽ ബംഗാളിൽ എത്ര വരും എന്നാണ്. നേരത്തെ നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞു, ബംഗാളിൻ്റെ അതിർത്തിയിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 600 കിലോമീറ്റർ ഭാഗം തുറന്നു കിടക്കുകയാണ്. ഈ തുറന്നു കിടക്കുന്ന ഭാഗത്തൂടെയാണ് ദശാബ്ദങ്ങളായിട്ട് ആളുകൾ കയറി വരുന്നത്. അവിടെ BSFന് പ്രതിരോധിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ മാത്രമാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതിനേക്കാൾ കൂടുതൽ ഏറിയാണ് തുറന്നു കിടക്കുന്നത്. മമത പറയുന്നത് അവിടെ വേലി കെട്ടാൻ ഞാൻ സ്ഥലം തരില്ല, കാരണം മമതയ്ക്ക് അതിലൂടെ ആളുകൾ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ബംഗ്ലാദേശികൾ വന്ന് ബംഗാളിൻ്റെ വോട്ടർമാരായി സസുഖം ജീവിച്ചു വരികയാണ് ഇടതുപക്ഷത്തിൻ്റെ കാലം മുതൽ. അവർ മുഴുവൻ അവിടെ കാലങ്ങൾ 10, 40, 50 വർഷമായിട്ട് താമസിക്കുകയാണ്. അവർക്കിങ്ങനെ വെറുതെ കുടുക്കി എടുത്തിങ്ങോട്ട് അതിർത്തി കൂടെ കയറി വന്നാൽ മതി. ഇവിടെ വന്നാൽ അവർക്ക് വീട് കൊടുക്കും, റേഷൻ കൊടുക്കും, വോട്ടർ കാർഡ് കൊടുക്കും, ആധാർ കാർഡ് കൊടുക്കും. അങ്ങനെ അവരുടെ വോട്ട് കൊണ്ട്, മുസ്ലിം വോട്ടുകൾ കൊണ്ട് അങ്ങനെ സസുഖം ജീവിച്ചു വരികയാണ് മമത. അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ ലാഞ്ചന സൂചനകൾ ബംഗാളിൽ നിന്ന് കാണുന്നുണ്ട്. ബംഗാളിലെ പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഓടിപ്പോകുന്നു. ഇവരൊക്കെ പോകുന്ന കണ്ടെത്തുന്നതാണ് വലിയ തമാശ. ഇങ്ങനെ ബംഗാളിൽ നിന്ന് ഓടിപ്പോകുന്ന ബംഗ്ലാദേശികൾ നേരെ പോകുന്നത് സിലിഗുരി കോറിഡോർ വഴി, നമ്മുടെ ചിക്കൻ നെക്ക് വഴി നേപ്പാളിലേക്കാണ്. കോടിക്കണക്കിന് ആളുകൾ നേപ്പാളിലേക്ക് എത്തുകയാണ്. നേപ്പാളിൻ്റെ അവസ്ഥ ദൈവം പോലും നേപ്പാളിനെ രക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് നേപ്പാൾ മാറും. അവസാനമായി ഉണ്ടായിരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അത് അവർ നശിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കണക്കുണ്ട്. ബംഗാളിൽ ഇതുവരെ വോട്ടർ പട്ടിക ഈ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോമുകളിലെ 90% ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. 90% ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി 10% ബാക്കിയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 21 ലക്ഷം പേർ മരിച്ചവരാണ്. 90% ആയിട്ടുള്ളൂ. ഒരു 10% കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഒരു 30 ലക്ഷമോ 40 ലക്ഷമായിട്ട് മാറും. 21 ലക്ഷം ആളുകൾ മരിച്ചവർ വോട്ടർ പട്ടികയിലുണ്ട്. അപ്പോൾ ഈ മരിച്ചവരുടെ വോട്ടാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും അവിടെ നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും പോയി മരിച്ച ആളുകളുടെ പേരിലുള്ള വോട്ട് ചെയ്താണ് മമതാ ബാനർജിയെ അധികാരത്തിലേറ്റിയിരുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള കുപ്രസിദ്ധമായ മുസ്ലിം ഭൂരിപക്ഷ ജില്ല 24 ഫർഗാനാസ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ആ സ്ഥലത്ത് 2.75 2,70,75,000 ആളുകൾ മരിച്ചവർ വോട്ടർ പട്ടികയിലുണ്ട്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ടതേ. പരേതാത്മാക്കൾ വന്നിട്ട് സ്വർഗത്തിലെ ഹൂറികളെയൊക്കെ വിട്ടിട്ട് ഒരു ദിവസം ഇടവേള എടുത്ത് താഴെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും. ഇനി വെസ്റ്റ് ബർദമാൻ എന്ന് പറയുന്ന ജില്ലയിൽ 1,57,000 പേർ മരിച്ചവരാണ്. സൗത്ത് 24 ഫർഗാനാസിൽ 1,39,000 പേര് മരിച്ചവരാണ്. ഇത് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള 3 ജില്ലകളുടെ കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 21 ലക്ഷം ആളുകളാണ് മരിച്ചവർ മാത്രമായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് അവിടെ വലിയ പ്രശ്നമാണ്.
ഇത്രയും കാര്യങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ മമതയുടെ അടിവേര് ഇളകി. അതുകൊണ്ട് BLOമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. BLOമാരോട് ബാക്കി ഫോം ഡിജിറ്റലൈസ് ചെയ്യരുത്, അപ്ലോഡ് ചെയ്യരുത് പറയുകയാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. BLOമാർക്ക് ഉൾപ്പെടെ പോലീസ് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ BLOമാരെ കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പം മമത നടക്കുന്നത്. അതായത് ഈ ഡെഡ്, ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഷിഫ്റ്റഡ് ഇങ്ങനെയുള്ള ആളുകളെ, അതായത് മാറിപ്പോയവർ, ഇരട്ട വോട്ടുകളുള്ളത്, മരിച്ചവർ, ഇവരെയൊക്കെ മാറ്റുന്ന പ്രക്രിയ നടത്താൻ അവിടെ TMC സമ്മതിക്കുന്നില്ല. കാരണം അത് അവരുടെ വോട്ട് ബാങ്കാണ്. ഈ ബംഗ്ലാദേശികൾക്കെല്ലാം നമ്മൾ പറയുന്ന പോലെ ബംഗ്ലാദേശികൾക്കെല്ലാം വോട്ടൊന്നുമില്ല. പക്ഷേ അവരെ വോട്ട് കുത്തുന്ന യന്ത്രങ്ങളാക്കി മാറ്റും. കാരണം ഈ മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയൊക്കെ വ്യാജമായി ചേർത്ത പേരുകളുണ്ടാകും. ഈ പേരുകളിൽ ആധാർ കാർഡ്, ID കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയാണ്. ആ പരിപാടി നിൽക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ചിലവറിയാവും. ഒരു മിനിറ്റ് നമ്മുടെ പാർലമെൻറ്റ് ചേരാനുള്ള ചിലവെന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. 1 മണിക്കൂർ പാർലമെൻറ്റ് പിരിഞ്ഞാൽ 1.5 കോടി രൂപ നഷ്ടമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് നോക്കൂ. പാർലമെൻറ്റ് എന്ത് ചെയ്താലും ഇവരിത് അലമ്പുണ്ടാക്കും. അപ്പോൾ ഓരോ മണിക്കൂറിലും 1.5 കോടി രൂപ ഈ രാജ്യത്തെ പൗരന്മാരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും 1.5 കോടി രൂപയാണ് പാർലമെൻറ്റ് അലമ്പുണ്ടാക്കി ഒരു കാര്യവുമില്ലാതെ അടിച്ചു പിരിയുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ, റോഡുണ്ടാക്കാം അല്ലേ, ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന പണം ഓരോ മിനിറ്റിലും 2.5 ലക്ഷം രൂപ വീതം ഇവർ പാഴായിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഒരു പട്ടിയും പിടിച്ചോണ്ട് വന്നു. ഇന്ന് അവർ വീണ്ടും ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരം പട്ടി ഷോ നടത്താനുള്ള വേദിയായിട്ട് പാർലമെൻറ്റിനെ മാറ്റുകയാണ് ഇന്ത്യ മുന്നണിക്കാർ. ഇനി നമുക്ക് കേസിലേക്ക് വരാം. കേസിൽ ഹാജരാകുന്ന കപിൽ സിബലിനെ പോലെയുള്ള വലിയ പുള്ളികളാണ് ഈ കേസിൽ ഹാജരാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് പറഞ്ഞു, SIRൽ ഞങ്ങൾ ഇടപെടത്തില്ല. പത്രത്തിൽ വായിച്ചായിരുന്നോ? ഇല്ല. മലയാള പത്രങ്ങളിൽ വാർത്തയായി ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത്തരം നടപടി പിഴവുകൾ തിരുത്താൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമുണ്ട്. പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക വേണം. ഇതിപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടിക തെറ്റാണ്, തിരുത്തണമെന്ന് സത്യവാങ്മൂലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോട്ടർ പട്ടിക തെറ്റുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയും, അത് തിരുത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ തിരുത്ത് കിടന്നാലേ ഇയാൾക്ക് ബഹളം വെക്കാൻ പറ്റുള്ളൂ, തിരുത്തില്ലാതെ തെറ്റ് കിടന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ തിരുത്തൽ നടപടി, അപ്പോൾ കപിൽ സിബൽ പറഞ്ഞു അതിപ്പോൾ ഈ ഒരുപാട് ഈ ഫോം പൂരിപ്പിക്കാൻ അറിയാത്ത ജനകോടികളുണ്ട് എന്നൊരു വാദം ഉന്നയിച്ചു. എന്തിന് പൂരിപ്പിക്കണം, പൗരനാണോ എന്ന് ആധാർ കാണിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ ആധാർ പൗരത്വ രേഖയല്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വിദേശി വന്ന് 120 ദിവസം താമസിച്ചാൽ അയാൾക്കും ആധാറിന് അർഹതയുണ്ട്. അപ്പോൾ അയാൾ ഇന്ത്യൻ വോട്ടറാവുമോ എന്ന് തിരിച്ച് സുപ്രീം കോടതി കപിൽ സിബലിനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദില്ലി മത്സരിച്ചിട്ടൊക്കെ ഇല്ലേ കപിൽ സിബലെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ജയിക്കാതിരുന്നത്. പക്ഷേ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല. എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത്. അവിടെ ആളുകൾക്ക് പരസ്പരം അറിയാം. അതുകൊണ്ട് അവർ വേണമെങ്കിൽ പരസ്പരമൊക്കെ ഇത് ഫോം പൂരിപ്പിക്കാനൊക്കെ സഹായിച്ചോളും എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ജസ്റ്റിസ് ബാഗ്ചി പറഞ്ഞു, ജോയ് മല്യ ബാഗ്ചി പറഞ്ഞത് 2012, 2014 വർഷങ്ങളിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണത്തെക്കാൾ വോട്ടർമാർ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് തെറ്റല്ലേ? അത് ആ തെറ്റ് പറ്റിയിട്ട് തിരുത്തണ്ടേ? അത് തിരുത്തപ്പെടണം. ആരുടെയെങ്കിലും പൗരത്വം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംശയം തോന്നിയാൽ അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം വോട്ടെന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദിക്കാൻ അധികാരമുണ്ട്, അത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പേരുകളൊക്കെ ഒഴിവാക്കപ്പെടും. അതിൽ കാര്യമൊന്നുമില്ല. കാരണം വോട്ടിംഗ് അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായിട്ടില്ല. ഇങ്ങനെ പിന്നെ ഇവർ പറയുന്നൊരു കാര്യം എന്നറിയോ, BLOമാർ ഇങ്ങനെ വന്ന് BLOമാർക്ക് ഇത് ചോദിക്കാൻ അധികാരമില്ല എന്ന് പറയുമ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് അത് അവർക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. കാരണം ഇത് പൗരന്മാർക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുള്ള റൈറ്റാണ് വോട്ടവകാശം. അപ്പോൾ ഇതാണ് സുപ്രീം കോടതി ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബീഹാറിലെ ഇലക്ഷൻ സുപ്രീം കോടതി ഇടപെട്ടില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലെന്നേ ഈ റിവിഷൻ നടക്കുന്നത്.
2002 വരെ നടന്നിട്ടുണ്ട്, പലതവണ നടന്നിട്ടുണ്ട്. അതിനുശേഷം നടക്കാതിരുന്നത് വീണ്ടും പുനരാരംഭിച്ച് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനകത്ത് വോട്ടവകാശമില്ലാത്ത ആളുകളെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ ബഹളം വെക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മിനിറ്റിന് 2.5 ലക്ഷം രൂപ വെച്ച് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തോട് എന്ത് സ്നേഹമാണ് ഇവർക്കുള്ളത്? ഇവർക്ക് ജനാധിപത്യപരമായി നല്ലൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കി ജനാധിപത്യപരമായി മത്സരിക്കണം. എന്തിനേയും ഏതിനേയും എതിർക്കുക, എതിർത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്ന വിദേശികളുടെ വോട്ടുകൂടെ നേടിയിട്ടാണ് ഇവരൊക്കെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇനി ഒരിക്കലും അധികാരം കിട്ടത്തില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. മമതാ ബാനർജി 6 തലമുറയായിട്ട് ഭരിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ ചക്രവർത്തി ഭരണം അതില്ലാതാവുന്നതില്ല. ആയല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ടല്ലോ. വ്യഥ പകയായി, വ്യഥ ദുരയായി, പകയായി, പക ഇപ്പം ഭ്രാന്തായി മാറിയിരിക്കുകയാണ്. ഭ്രാന്ത് മൂത്ത് നടക്കുകയാണ് ഈ 55 വയസ്സുള്ള യുവാവ്. ജുവാവന് അങ്ങനെ യുവതി ഇതൊക്കെ പറഞ്ഞില്ലേ, യുവതിയും യുവാവും നടക്കുകയാണ്. ഏതായാലും വലിയ കഷ്ടമാണ്. ഇന്ത്യയിലെ ജനാധിപത്യം ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു കാലമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.